ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ലിക്വിഡിറ്റിയെ പറ്റി തന്നെ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിക്വിഡിറ്റിയുടെ ഒരു പാർട്ട് 1 വീഡിയോ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ബൈ സൈഡ് ലിക്വിഡിറ്റി, എന്താണ് സെൽ സൈഡ് ലിക്വിഡിറ്റി നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി അതിനടുത്ത ഒരു ഘട്ടമായിട്ടും ഇനി കൂടുതലുള്ള ലിക്വിഡിറ്റിയെ പറ്റിയിട്ടും എങ്ങനെ അതൊരു മാർക്കറ്റ് സൈക്കിളിൽ വരുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു ലിക്വിഡിറ്റി റേഞ്ച് സൈക്കിൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ആദ്യം തന്നെ നമുക്കറിയാം, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്. നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ഉണ്ട് നമ്മൾ പഠിച്ചത്? ഒന്ന് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്, പിന്നെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. ഈ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഡെയിലിയുടെ ഹൈ ആൻഡ് ലോസ് അല്ലെ. ഒരു ഡേ ക്യാൻഡിൽ ഉണ്ടെങ്കിൽ ആ ഡേ ക്യാൻഡിലിന്റെ ഹൈയും ലോയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഡേ ക്യാൻഡിൽ നമ്മൾ ഒരു 15 മിനിറ്റിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഫോം ആയതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ എന്താ, ഒരു സിംഗ് ഹൈ ഉണ്ട്, ഒരു സിംഗ് ലോ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിരിക്കും, ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിരിക്കും അല്ലേ. നമ്മളൊരു ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു 15 മിനിറ്റിലോട്ടൊക്കെ പോകണമെങ്കിൽ അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ്, അതുകൊണ്ടാണ് ഒരു പ്രീവിയസ് ഡേയുടെ ഹൈയും ലോയും എന്താന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണെന്ന് പറയുന്നത്. സെയിം സാധനം തന്നെയാണ് വീക്ക്ലിയുടെ കേസിൽ. വീക്ക്ലിയുടെ നോക്കി നമുക്ക് എന്തായിരിക്കും കാണാണ്ട് പറ്റുക? ഒരു 4 അവറിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു റേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. സെയിം സാധനം മന്ത്ലിയിലും. ഓക്കെ, സോ എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? എവറി സിംഗ് ഹൈസ് ആൻഡ് സിംഗ് ലോസ് എന്താണ്? നമുക്ക് ലിക്വിഡിറ്റീസ് ആണ് അല്ലെ. എവറി സിംഗ് ഹൈസ് ആൻഡ് സിംഗ് ലോസ് എന്ത് ലിക്വിഡിറ്റി ആണ്? ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, ഈ സിംഗ് ഹൈസ് ആൻഡ് സിംഗ് ലോസിന്റെ ഉള്ളിൽ വരുന്ന ഓരോരോ കാര്യങ്ങളൊക്കെയാണ് എന്ത്? ഈ പ്രീവിയസ് ഡേ ഹൈസ് ആൻഡ് ലോ, വീക്ക്ലി ഹൈസ് ആൻഡ് ലോ ആൻഡ് മന്ത്ലി ഹൈസ് ആൻഡ് ലോ. ഓക്കെ, സോ എവറി വീക്ക് ക്യാൻഡിലും, ഒരു വീക്ക്ലി ക്യാൻഡിലും, എല്ലാ ഡെയിലി ക്യാൻഡിലും, എല്ലാ മന്ത്ലി ക്യാൻഡിലും ഹൈ ആൻഡ് ലോ എല്ലാം നമുക്ക് എന്താണ്? ലിക്വിഡിറ്റി ആണല്ലേ. എല്ലാത്തിനും മേളിൽ എന്ത് ലിക്വിഡിറ്റി ആയിരിക്കും? ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിരിക്കും. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു അല്ലെ. താഴത്തെ എന്തായിരിക്കും? സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി അടുത്ത കാറ്റഗറി ഓഫ് ആൾക്കാർ ആരായിരിക്കും? നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് കഴിഞ്ഞാൽ പിന്നുള്ളത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണല്ലേ. ആരൊക്കെയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദീസ് ലിക്വിഡിറ്റി പ്രസന്റ് ഇൻസൈഡ് ഡീലിംഗ് റേഞ്ച്, ഓൾസോ നോൺ ആസ് PDRS അല്ലെ. PDRSനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ശരിക്കും കണ്ട് മനസ്സിലാക്കുക. ഡൗട്ടുള്ള ആൾക്കാരെ അടുത്ത് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വൺസ് എല്ലാം മനസ്സിലായതിനു ശേഷം മാത്രം ഈ ലിക്വിഡിറ്റി എന്നുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ എന്തൊക്കെയാണ് നമുക്ക് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ വരുന്നത്? ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ബ്രേക്കർ ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം എന്ത് ഓർഡേഴ്സ് ആയിരിക്കും? ഇതെല്ലാം ഒരു ലിമിറ്റ് ഓർഡേഴ്സ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, മറ്റേത് എന്തായിരിക്കും? നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിരിക്കും അല്ലെ. നമ്മുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിരിക്കും. കാരണം എന്താണ്? എല്ലാ സിംഗ് ഹൈയുടെ മേളിലായിരിക്കും നമ്മൾ എന്ത് നോക്കണം? സ്റ്റോപ്പ് ലോസ് നോക്കണം. എല്ലാ സിംഗിളോടെ അടിയിലായിരിക്കും നമ്മൾ എന്ത് നോക്കണം? സ്റ്റോപ്പ് ലോസ് നോക്കുന്നത് അല്ലെ. ഈ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിരിക്കുള്ളൂ മോസ്റ്റ്ലി എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് എല്ലാം എപ്പോഴും എന്തായിരിക്കും? ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്തായിരിക്കും? എല്ലാം ലിമിറ്റ് ഓർഡേഴ്സ് ആയിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ് അതെല്ലാം ലിമിറ്റ് ഓർഡേഴ്സ് ആവുന്നത്? കാരണം എന്താ? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ലിമിറ്റ് ഓർഡർ ആയിരിക്കും ഇട്ട് വെക്കുന്നത് ട്രിഗർ ആവാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കിന് മേലെ അവിടെ പെൻഡിങ് ഓർഡേഴ്സ് ആയിട്ട് നമ്മൾ കിടക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മളോട് അവിടെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓർഡേഴ്സ് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പെൻഡിങ് ഓർഡേഴ്സ് ഒക്കെ ബാക്കിയുണ്ടാവും ഓർഡർ ബ്ലോക്സിൽ അല്ലെ. നമ്മൾ പഠിച്ചു. സോ ഈ കാര്യങ്ങളെ കൊണ്ടാണ് ഇതെന്താവണം? ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എപ്പോഴും ഒരു ലിമിറ്റ് ഓർഡേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് വരാം. സോ നമുക്ക് എന്തൊക്കെയാണ് ഇന്റേണൽ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു സ്വിംഗ് ഹൈ ഉണ്ടാക്കി. ഓക്കെ, സ്വിംഗ് ഹൈ ഉണ്ടാക്കി, അഗെയിൻ പ്രൈസ് താഴത്തോട്ട് പോവാണല്ലേ. ബ്രേക്ക് സ്ട്രക്ചർ തന്നു താഴത്തോട്ട് പോയിട്ട് അഗെയിൻ പ്രൈസ് തിരിച്ച് റിവേഴ്സ് ചെയ്തു. ഓക്കെ, സോ ഇപ്പൊ നമുക്കിവിടെ എന്തുണ്ടായി? ഒരു സ്വിംഗ് ഹൈ ഉണ്ടായി, ഒരു സ്വിംഗ് ലോ ഉണ്ടായി അല്ലേ. സ്വിംഗ് ലോ, ഇതെന്താണ്? സ്വിംഗ് ഹൈ. SL അല്ല കേട്ടാ, സ്വിംഗ് ലോ ആണ് ഇത്. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ നമുക്ക് എന്താ അറിയാം? ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. എന്ത് ലിക്വിഡിറ്റി ആയിരിക്കും? സ്വിംഗ് ഹൈയിലുള്ള ലിക്വിഡിറ്റി എന്തായിരിക്കും? ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ അല്ലെ, ഇവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്തായിരിക്കും? ബൈ ഓർഡർ ആയിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് ലിക്വിഡിറ്റി നടക്കണം? ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ് കിടക്കണം അല്ലെ. ഇനി ഇവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ അവരെന്ത് ഓർഡേഴ്സ് ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? ബൈ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും? സെൽ ഓർഡേഴ്സ് ആയിരിക്കും അല്ലെ. സോ അവിടെ എന്ത് ലിക്വിഡിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്? സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിരിക്കും ഇവിടെ പ്രസന്റ് ചെയ്യണം. ഓക്കെ, വൺസ് പ്രൈസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ പ്രൈസിന് എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോവാ? പ്രൈസ് ഇതിന്റെ നമ്മൾ ഇവിടെ ഫിബൊനാച്ചി ലെവൽസ് വരക്കും അല്ലെ. ഇവിടെ നിന്ന് ഹൈ ടു ലോ നമ്മൾ ലെവൽസ് വരക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും?
നമുക്ക് 50% കിട്ടും അല്ലെ. 50% മേളിൽ എന്തെങ്കിലും ഒരു PDRAs ഉണ്ടാവും. എന്തും ആയിക്കോട്ടെ, ഒരു FEG ആവാം, ഒരു ഓർഡർ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കർ ബ്ലോക്ക് ആവാം, വോട്ടോർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, പ്രൈസ് അഗെയിൻ വന്ന് ഇവിടെ ടാപ്പ് ആവും. ടാപ്പ് ആയിട്ട് അപ്പൊ എന്ത് ലിക്വിഡിറ്റി ആണത്? ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണല്ലേ. IRL ആണ് ഇവിടെ നിന്ന് എടുക്കുന്നത് അല്ലെ. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് എന്ത് ചെയ്യും? അഗെയിൻ പ്രൈസ് താഴത്തോട്ട് വന്നിട്ട് എന്തെടുക്കും? ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കും, അഥവാ സ്വിംഗ് ലോ എടുക്കും. എന്തുകൊണ്ടാണ്? ഇതൊരു വേറെ സിനാറിയോ ആണെങ്കിലാണ്. ഓക്കെ, അപ്പൊ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തിട്ട് നമുക്കറിയാം നമ്മുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണ്? സ്വിംഗ് ലോസ് ആൻഡ് സ്വിംഗ് ഹൈസ് എപ്പോഴും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കും അല്ലെ. നമ്മുടെ ERL ഇവിടെ നിന്നും കളക്ട് ചെയ്യും. ഓക്കെ, എഗെയിൻ പ്രൈസ് എന്ത് ചെയ്യും? എഗെയിൻ പ്രൈസ് ഉള്ളിലോട്ട് പുഷ് ചെയ്യും. എങ്ങോട്ട് പോകും? ഇന്റേണലി ഉള്ള അല്ലെങ്കിൽ റേഞ്ചിന്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു PDRAസിലോട്ട് പോകും, ടാപ്പ് ആവും. അവിടെ നിന്ന് എഗെയിൻ എന്തെടുക്കും? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കും. ഓക്കെ, സോ ഇങ്ങനെ ഇന്റേണൽ ടു എക്സ്റ്റേണൽ, എക്സ്റ്റേണൽ ടു ഇന്റേണൽ, ഇങ്ങനെയാണ് ഒരു പ്രൈസ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം അല്ലെ. മാർക്കറ്റ് സൈക്കിൾ ലിക്വിഡിറ്റി. ഓക്കെ, ഒരു മാർക്കറ്റ് സൈക്കിൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ. കോമ്പിനേഷൻ ഓഫ് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും സൈഡ് വേസ് എല്ലാം കൂടി കൂടിച്ചേരുന്നതാണ് ഒരു മാർക്കറ്റ് സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ നമുക്ക് എന്തിന്റെ കേസ് എടുക്കാം? ഒരു അപ് ട്രെൻഡിന്റെ കേസ് എടുക്കാം നമുക്ക്. ഓക്കെ, എന്താണ് ഒരു അപ് ട്രെൻഡ് എന്നൊക്കെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ അപ് ട്രെൻഡിന്റെ കേസിന്റെ അകത്ത് വരുമ്പോഴേക്കും എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോറി, ലിക്വിഡിറ്റീസ് എങ്ങനെയാണ് വരണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ, ഇവിടെ ഒരു ലോ ഉണ്ട്, പ്രൈസ് ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി. ഓക്കെ, ഇവിടുന്ന് പ്രൈസ് ഇവിടുന്ന് സെല് ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് ലിക്വിഡിറ്റി ഉണ്ട്? ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. BSL ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അഗെയിൻ പ്രൈസ് താഴത്തോട്ട് പോകുന്നു, പ്രൈസ് മേളിലേക്ക് പുഷ് ചെയ്തു അല്ലെ. പുഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം എല്ലാ അപ് ട്രെൻഡിലും ഒരു ഹൈസും എന്താകത്തില്ല, ഹോൾഡ് ചെയ്യത്തില്ല. എല്ലാ ഹൈസും ബ്രേക്ക് ചെയ്യും അല്ലെ. ഒരു ഹൈസും പ്രൊട്ടക്ടർ, എല്ലാ ഹൈസും ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈസ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയേ ലിക്വിഡിറ്റി സീപ്പ് ആൻഡ് ബ്രേക്ക്. അവിടെ നിന്നുണ്ടായി ഒരു സ്ട്രോങ് ലോ ഉണ്ടായി അല്ലെ. എല്ലാ ലോകളും സ്ട്രോങ് ആയിരിക്കും അല്ലെ. ഇവിടെ സ്ട്രോങ് ലോ ഉണ്ടായി. അപ്പൊ ഈ ലോ എന്താണ്? നമുക്ക് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ് അല്ലെ. എന്തുകൊണ്ടായിരിക്കും? ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാരുടെ എല്ലാവരുടെയും SL എവിടെ ആയിരിക്കും? ഈ ലോന്റെ അടിയിലായിരിക്കും അല്ലെ. ഇവിടെ എന്തുണ്ടാവും? ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടാവും. പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് ഈ ബൈ സൈഡ് ലിക്വിഡിറ്റിനെ എടുത്ത് കളഞ്ഞ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അഥവാ സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാക്കും അല്ലെ. സ്ട്രക്ചർ ബ്രേക്ക് ഓർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കി. ഓക്കെ, ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് കളഞ്ഞിട്ട് അടുത്തൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, എപ്പോൾ ക്രിയേറ്റ് ആയി? പ്രൈസ് അഗെയിൻ താഴത്തോട്ട് പുഷ് ചെയ്തപ്പോൾ ഇവിടെ അടുത്തൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയി. താഴത്തോട്ട് പോയി ലിക്വിഡിറ്റി സീപ്പ് ബ്രേക്ക് വന്നപ്പോഴേക്കും ഇവിടെ എന്തുണ്ട്? അടുത്തൊരു ലോ ഉണ്ടായി അല്ലെ. ആ ലോ കിട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി നമുക്ക് കിട്ടി അല്ലെ. സോ അത് കണ്ട് എന്തുണ്ടായി? ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു കളഞ്ഞു, അടുത്ത ബൈ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ വന്നു അല്ലെ. ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ക്രിയേറ്റ് ആയി. ഓക്കെ, അഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു? ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി വന്നു, പ്രൈസ് താഴത്തോട്ട് പുഷ് ചെയ്തു, സ്വീപ്പ് ആൻഡ് ബ്രേക്ക് കിട്ടി. നമുക്കപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് അല്ലെ. ലോ ക്രിയേറ്റ് ആയപ്പോൾ അവിടെ എന്ത് തോന്നുന്നു? ലോന്റെ അടിയിൽ എന്ത് തോന്നുന്നു? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി വന്നു, അല്ലെങ്കിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി വന്നു. അഗെയിൻ പ്രൈസ് പുഷ് ചെയ്തു, ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് കളഞ്ഞു, ഇവിടെ നിന്ന് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, പ്രൈസ് പോയി. ഓക്കെ, ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ വരുന്ന വരവിലൊക്കെ ഇവിടെ എന്തുണ്ടായിട്ടുണ്ടാവും? ഇവിടെയൊക്കെ ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ടാവും. അതാണ് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ഈ ഒരു ഡയറക്ഷനാണ് അപ്വേർഡ് മൂവ്മെന്റിൽ നമുക്ക് മാർക്കറ്റ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവും. എല്ലാ എക്സ്റ്റേണൽ റേഞ്ചിൽ ലിക്വിഡിറ്റിയും പ്രൈസ് എടുത്തെടുത്ത് പോകുന്നുണ്ട് അല്ലെ. ബൈ സൈഡ് ആയിട്ടുള്ള എല്ലാ എക്സ്റ്റേണൽ റേഞ്ചിൽ ലിക്വിഡിറ്റിയും, ബൈ സൈഡ് ലിക്വിഡിറ്റിയും സെൽ സൈഡ് ലിക്വിഡിറ്റി എന്താണ്? എക്സ്റ്റേണൽ റേഞ്ചിൽ ലിക്വിഡിറ്റി ആണ് അല്ലെ. അതെല്ലാം എടുത്ത് പോകുന്നുണ്ട്. എന്തുകൊണ്ട് സെൽ സൈഡ് എടുക്കുന്നില്ല? ബിക്കോസ് സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം ലോ എല്ലാം പ്രൊട്ടക്ടർ ആണ് അല്ലെ. കാരണം ഒരു അപ് ട്രെൻഡിൽ എല്ലാ ലോകളും പ്രൊട്ടക്ടഡ് ആയിരിക്കും. അതുകൊണ്ട് സെൽ സൈഡ് എടുക്കാണ്ട് മാർക്കറ്റ് ആണ്. ഇനി എപ്പോഴെങ്കിലും പ്രൈസിന് ഒരു സെൽ സൈഡ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി കൂടുതലായിട്ട് ആവശ്യം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും അല്ലെ. റിവേഴ്സ് ചെയ്തുകൊണ്ട് സ്ട്രക്ചർ റിവേഴ്സ് ചെയ്തുകൊണ്ട് പ്രൈസ് ഈ ലിക്വിഡിറ്റീസ് ഫുള്ള് വന്ന് എടുത്തിട്ട് പോകും. ഓക്കെ, നമുക്കപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ പിങ്ക് ഡോട്ടായിട്ട് മാർക്ക് ചെയ്തേക്കുന്ന എല്ലാം എന്താണ്? എക്സ്റ്റേണൽ റേഞ്ചിൽ ലിക്വിഡിറ്റി ആണ് അല്ലെ. ഈ ബ്ലൂ ബോക്സിൽ വരച്ചത് എന്തൊക്കെയാണ്? ഇന്റേണൽ റേഞ്ചിൽ ലിക്വിഡിറ്റി ആണ്. അതെന്തൊക്കെയാവും? FEGs ആവാം, ഓക്കെ, ഓർഡർ ബ്ലോക്സ് ആവാം, അല്ലെങ്കിൽ പിന്നെ എന്താവാം? ബ്രേക്കർ ബ്ലോക്സ് ആവാം. ഓക്കെ, ഈ 3 സാധനങ്ങളാവാം നമുക്ക് എന്ത്? ഇന്റേണൽ റേഞ്ചിൽ ലിക്വിഡിറ്റി ആയിട്ട്. ഓക്കെ, എക്സ്റ്റേണൽ റേഞ്ചിൽ ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് എന്തൊക്കെയായിരിക്കും വരുന്നത്? ഒരു സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോസ് നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റികളായിട്ടും വരാം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ആദ്യം ഒരു ഹൈ ഉണ്ടാക്കി, അഗെയിൻ പ്രൈസ് ഇവിടെ എന്തുണ്ടാക്കി? ഒരു ലോ ഉണ്ടാക്കി അല്ലെ. ഈ ഹൈന്റെ മേളിൽ എന്തുണ്ട്? ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് അല്ലെ. ഈ ലോന്റെ താഴത്ത് എന്തുണ്ട്?
സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, എഗെയിൻ പ്രൈസ് എന്ത് ചെയ്ത് ഈ ബൈ സൈഡ് ലിക്വിഡിറ്റിക്ക് വേണ്ടി, അഥവാ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിക്ക് വേണ്ടി ഒരു ഡെലിവറി നടത്തിയ പ്രൈസ് അല്ലെ. അപ്പൊ അങ്ങോട്ട് പ്രൈസ് ഒരു ഡെലിവറി പ്രോഗ്രാം ഓണായി, പ്രൈസ് ഇവിടെ നിന്ന് ബൈ നടക്കാൻ തുടങ്ങി. എന്ത് ചെയ്തു? ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ, ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് മേളിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, എഗെയിൻ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? പ്രൈസിന് ബൈ സൈഡ് ലിക്വിഡിറ്റി ആരാണ്? നമുക്ക് ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആണ് അല്ലേ. എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യും? പിന്നെ പുഷ് ബാക്ക് ചെയ്യും. എങ്ങോട്ട് പുഷ് ബാക്ക് ചെയ്യും? ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് അല്ലെ. ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക്, അഥവാ ഈ റേഞ്ചിന്റെ ഉള്ളിലോട്ട്. കാരണം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയപ്പോഴേക്കും ഇവിടെയും ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോസ് ഫോം ആയി അല്ലെ. സോ ഈ സ്വിംഗ് ലോസ് ആൻഡ് സ്വിംഗ് ഹൈയുടെ ഉള്ളിലോട്ട് പ്രൈസ്, അല്ലെങ്കിൽ ഒരു ഡീലിംഗ് റേഞ്ചിന്റെ അകത്തേക്ക്, അല്ലെങ്കിൽ ട്രേഡിംഗ് റേഞ്ചിന്റെ അകത്തോട്ട്, പ്രൈസ് റേഞ്ചിന്റെ അകത്തോട്ട് എന്ത് ചെയ്യും? മാർക്കറ്റ് അഗെയിൻ വന്നിട്ട് ഉള്ളിലുള്ള ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അതെന്തൊക്കെയാവാം? FEG ആവാമെന്നെങ്കിൽ, അഥവാ എന്താവാം? ഓർഡർ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ എന്താവാം? ഒരു ബ്രേക്കർ ബ്ലോക്കും ആവാം. ഓക്കെ, ഇങ്ങനെയുള്ള എന്ത് ലിക്വിഡിറ്റി വേണമെങ്കിലും ആവാം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ അല്ലെ. ഈ ലിക്വിഡിറ്റിയിലോട്ട് പ്രൈസ് വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യും? എഗെയിൻ പ്രൈസ് അവിടെ നിന്നൊരു എന്ത് നടക്കും? ഒരു അപ്സൈഡിലേക്കുള്ള ഡെലിവറി നടക്കും, അല്ലെങ്കിൽ ഒരു ബൈ ഡെലിവറി നടന്നുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് കളയും. എന്ന് വെച്ചാൽ ഈ സ്വിംഗ് ഹൈ എടുത്തുകൊണ്ട് പ്രൈസ് എന്ത് ചെയ്യും? അടുത്ത ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യും അല്ലെ. എഗെയിൻ പ്രൈസ് എന്ത് ചെയ്യും? പുഷ് ഡൗൺ ടു എങ്ങോട്ട് പുഷ് ചെയ്യും? കാരണം ഇവിടെ ഒരു ഹൈ ഉണ്ടായി അല്ലെ. അവിടെ എന്താ? ഹൈയുടെ മേളിൽ എന്തുണ്ട്? ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ സ്വിംഗ് ഹൈയും കൂടി ഉണ്ട് ഇവിടെ. ഈ സ്വിംഗ് ഹൈയുടെ സ്വിംഗ് ലോന്റെ താഴത്തോട്ട് ഉള്ളിൽ എന്തുണ്ടാവും? ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ടാവും അല്ലെ. ആ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയുടെ ഉള്ളിലേക്ക് പ്രൈസ് വരുന്നു. ആ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയുടെ അകത്ത് ടാപ്പ് ആവുന്നു. അവിടെ നിന്ന് പ്രൈസ് എഗെയിൻ ഒരു ബൈ നടക്കുന്നു അല്ലെ. എന്തുകൊണ്ടാണ്? കാരണം ഒരു അപ് ട്രെൻഡ് ആണ് അല്ലെ, നമുക്കറിയാം. അപ്പൊ ആദ്യം പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇവിടെ നോക്കി എന്ത് ചെയ്തു? ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തു. എഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു? ഇന്റേണൽ റേഞ്ചിലോട്ട് വന്നു. എഗെയിൻ എക്സ്റ്റേണൽ റേഞ്ച്, ഇന്റേണൽ റേഞ്ച്, എക്സ്റ്റേണൽ റേഞ്ച്, ഇന്റേണൽ റേഞ്ച്, എക്സ്റ്റേണൽ റേഞ്ച്, ഇന്റേണൽ റേഞ്ച്, എക്സ്റ്റേണൽ റേഞ്ച്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു അപ് ട്രെൻഡില് മാർക്കറ്റ് മൂവ് ആവുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആണ് പ്രൈസ് മൂവ് ചെയ്യണമെന്ന് പറയാനുള്ള റീസൺ ഇതുകൊണ്ടാണ് അല്ലെ. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. പിന്നെ എന്ത് പറ്റും? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കും, പിന്നെ ഇന്റേണലിലോട്ട് വരും, പിന്നെ എക്സ്റ്റേണൽ എടുക്കും, അഗെയിൻ ഇന്റേണലിലോട്ട് വരും. ഇങ്ങനെയാണ് പ്രൈസ് എപ്പോഴും എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. ഇനി അഗെയിൻ പ്രൈസിന് എപ്പോഴെങ്കിലും ഒരു റിവേഴ്സൽ ആണ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി കുറവാണ്, ഹ്യൂജ് ലിക്വിഡിറ്റി ഇനിയും വേണം തോന്നുമ്പോൾ പ്രൈസ് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ പ്രൈസ് റിവേഴ്സ് ആവുന്ന സ്റ്റേജിൽ എന്ത് സംഭവിക്കും? നോക്കി, നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് അറിയാം അല്ലെ. ഇവിടുത്തെ എല്ലാ ലോയും പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. എന്തുകൊണ്ടായിരുന്നു? കാരണം നമ്മൾ അപ് ട്രെൻഡ് ആയതുകൊണ്ട് എല്ലാ ലോസും നമുക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. എഗെയിൻ പ്രൈസ് ഇവിടെ എന്താ ചെയ്തത്? നിങ്ങൾ നോക്കി, ഇവിടെ നോക്കി, ഫസ്റ്റത്തെ ലോ, അല്ലെങ്കിൽ ഇനീഷ്യലി ഏറ്റവും ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ലോനെ ബ്രേക്ക് ചെയ്തു. ഒരു സ്ട്രോങ് ലോനെ, ഇതൊരു സ്ട്രോങ് ലോ അല്ലേ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കതൊരു സ്ട്രോങ് ലോ ആയിരുന്നു അല്ലെ. ഈ സ്ട്രോങ് ലോനെ പ്രൈസ് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. എന്ത് കിട്ടി? സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെ. സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? പ്രൈസ് ഇനി ഒരു എന്തിലോട്ടാ പോണ? ഒരു സെൽ സൈഡിലോട്ടാ പോണ, അല്ലെങ്കിൽ ഒരു ബെയറിഷിലോട്ടാ പോണെന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ പ്രൈസ് ഇവിടെ ആദ്യം എന്താ ചെയ്ത? ഈ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. സെൽ സൈഡ് ലിക്വിഡിറ്റി ആരാണ്? ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും കൂടിയാണ് അല്ലെ. സോ അങ്ങനെയെങ്കിൽ ഈ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞാൽ പ്രൈസ് പിന്നീട് എങ്ങോട്ട് പോകണം? ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലോട്ട് പോകണം അല്ലെ. സോ അതിനായിട്ട് പ്രൈസ് ഒരു ലോ ഉണ്ടാക്കി. അപ്പൊ ഒരു ഹൈ ആയി, ഒരു ലോ ആയി. ഇനി റേഞ്ചിന്റെ ഉള്ളിലോട്ട് കയറണം അല്ലെ. ഉള്ളിലോട്ട് കയറിയിട്ട് അതിന്റെ ഉള്ളിലുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ, ഓർഡർ ബ്ലോക്കോ, ബ്രേക്കർ ബ്ലോക്കോ എന്താണോ അതിൻ്റെ അകത്ത് മാർക്കറ്റിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റീജിയനിലോട്ട് വന്നിട്ട് അവിടുന്ന് റിയാക്ട് ചെയ്തുകൊണ്ട് പ്രൈസ് അഗെയിൻ ബ്രേക്ക് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് എന്താണ്? ഇവിടെ നമുക്ക് എന്താണ് നടന്നത്? ഇത് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നടന്നുകൊണ്ട് ഈ ലിക്വിഡിറ്റീസ് എല്ലാം പ്രൈസ് എടുത്തു പോകും. ഓക്കെ, അങ്ങനെയാണ് മാർക്കറ്റ് ഇവിടെ റിവേഴ്സ് ചെയ്യണത്. ഓക്കെ, നമുക്കിനി ആ സെയിം സാധനം നമുക്ക് ഡൗൺ ട്രെൻഡിൻ്റെ അകത്ത് നോക്കാം. നമുക്ക് എന്താണ് ഡൗൺ ട്രെൻഡിലോട്ട് വരുമ്പോഴേക്കും കാണാൻ വേണ്ടി സാധിക്കാം നമുക്ക് അല്ലേ. ഇവിടെ നോക്കിയേ, ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എഗെയിൻ ഒരു ഹൈ ഉണ്ട് അല്ലെ. ഹൈ ഉണ്ടാക്കിയിട്ട് പ്രൈസ് എന്ത് ചെയ്ത്? ഇവിടെയുള്ള സെൽ സൈഡ് ലിക്വിഡിറ്റി അഥവാ സ്വിംഗ് ലോസ്, ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ഉണ്ട്, അഥവാ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ഉണ്ട്. പ്രൈസ് എന്ത് ചെയ്ത്? ഈ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തു. എന്ത് കിട്ടി? സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഓക്കെ, എഗെയിൻ പ്രൈസ് എന്ത് ചെയ്ത്? നോക്കിയേ, ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അകത്തോട്ട് മൂവ് ചെയ്തു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്ത്? പിന്നെയും പ്രൈസ് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തോണ്ട് ഈ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു, താഴത്തോട്ട് വന്നു. അപ്പൊ ഇതിന്റെ മേളിൽ എന്ത് ക്രിയേറ്റ്? ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് അല്ലെ. കാരണം എന്തുകൊണ്ടാ? ഇവിടെ നമ്മ ഒരു FEG ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മേളിൽ നമ്മൾ സെൽ വെച്ചിട്ടുണ്ടാവും
തീർച്ചയായിട്ടും വെച്ചിട്ടുണ്ടാവില്ലേ അല്ലേ? അപ്പോൾ അവിടേക്ക് എന്ത് ക്രിയേറ്റഡ് ഉണ്ടാവും? നമ്മുടെ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ക്രിയേറ്റഡ് ഉണ്ടാവും. കാരണം ഇവിടെ സെല്ലാണ് നമ്മൾ ചെയ്യണം. സെല്ല് ചെയ്യുമ്പോൾ ബൈ ഓർഡേഴ്സ് ആണ് നമ്മളുടെ എന്തായിട്ടുണ്ടാവുക, സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഉണ്ടാവുക അല്ലേ? ഈ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തു, എഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു? ഒരു ഇന്റേണലിലോട്ട് മൂവ് ചെയ്തു, എഗെയിൻ എക്സ്റ്റേണൽ പോയി, ഇന്റേണലിലോട്ട് മൂവ് ചെയ്തു, എക്സ്റ്റേണലിലോട്ട് പോയി. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ഡൗൺ ട്രെൻഡ് നടക്കുന്നത്. നമുക്ക് നേരത്തെ കണ്ട പോലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ട്രക്ചർ കാണാം അല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പിങ്ക് ഡോട്ടി കാണുന്നത് എന്താണ്? പിങ്ക് ഡോട്ടി കാണുന്നത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. ഈ ബ്ലൂ ബോക്സിൽ കാണുന്നത് എന്താണ്? ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യം തന്നെ നമുക്കൊരു സ്വിംഗ് ലോ ഉണ്ട്, സ്വിംഗ് ഹൈ ഉണ്ട്. സ്വിംഗ് ഹൈയുടെ മേളിൽ എന്തായിരിക്കും? ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിരിക്കും അല്ലേ? സ്വിംഗ് ലോന്റെ താഴത്ത് എന്തുണ്ടാവും? സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടാവും. ഇതൊരു ഡൗൺ ട്രെൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഡൗൺ ട്രെൻഡിനകത്ത് എല്ലാ ഡൗൺ ട്രെൻഡിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ ഹൈകളും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, എന്നാൽ എല്ലാ ലോയും വയലേറ്റ് ആയി പുതിയ ലോകൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ബെയറിഷ് അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിന്റെ പ്രത്യേകത. സോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു? ഈ സ്വിംഗ് ലോന പ്രൈസ് എടുത്തു. ഓക്കെ, എങ്ങനെ? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ പ്രൈസ് എന്ത് സംഭവിച്ചു? അടുത്തൊരു സ്വിംഗ് ഹൈ ആൻഡ് പുതിയൊരു സ്വിംഗ് ഹൈ, സ്വിംഗ് ലോസ് ക്രിയേറ്റ് ചെയ്തു അല്ലേ? പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു, അവിടെ ബൈ സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്, അതൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, എഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് പുഷ് ബാക്ക് ടു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ആരായിരിക്കാം? FEG ആവാം, ഓർഡർ ബ്ലോക്ക് ആവാം, ബ്രേക്കർ ബ്ലോക്ക് ആവാം. ഓക്കെ, അവരിലേക്ക് പുഷ് ചെയ്തിട്ട് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്തുകൊണ്ട് പ്രൈസ് എന്ത് ചെയ്തു? അടുത്ത എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തു അല്ലേ? ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലോട്ട് വന്നാൽ പിന്നെ പോകേണ്ടത് കൂടാണ് എക്സ്റ്റേണൽ റേഞ്ചിലോട്ട് അല്ലേ? ഇവിടുത്തെ എക്സ്റ്റേണൽ റേഞ്ച് ആരാണ്? സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. എന്തുകൊണ്ടാണ്? മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട്. ഓക്കെ, സോ സെൽ സൈഡിലോട്ട് പ്രൈസ് വന്നു, ബ്രേക്ക് ചെയ്തു, എഗെയിൻ അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇനി പ്രൈസ് എന്ത് ചെയ്യണം? ഇന്റേണൽ റേഞ്ചിലോട്ട് പോകണം അല്ലേ? പ്രൈസ് അഗെയിൻ മൂവ് ചെയ്ത് ഇന്റേണൽ റേഞ്ചിലോട്ട് പോയി. ഇന്റേണലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രൈസിന് അടുത്ത ഡെലിവറി എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണം? അടുത്ത ഒരു സെൽ സൈഡ് എടുക്കണം അല്ലെ? അഥവാ എക്സ്റ്റേണൽ റേഞ്ച് എടുക്കണം. എക്സ്റ്റേണലിലേക്ക് പ്രൈസ് വന്നു അല്ലെ? സെൽ സൈഡ് എടുത്തു, അടുത്ത ലോ ക്രിയേറ്റ് ചെയ്തു. ഇനി പ്രൈസിന് എന്ത് ചെയ്യണം? പുഷ് ചെയ്തിട്ട് ഒരു ഇന്റേണൽ റേഞ്ചിന്റെ ഉള്ളിലോട്ട് പോകണം. ഒരു ഇന്റേണൽ റേഞ്ചിൽ ലിക്വിഡിറ്റി എടുത്തു അല്ലെ? ഇന്റേണൽ റേഞ്ചിൽ അടുത്തോട്ട് വന്നാൽ പ്രൈസിന് എന്ത് വേണം? എക്സ്റ്റേണൽ വേണം. സോ എക്സ്റ്റേണലിലേക്ക് വന്നു. ഓക്കെ, സോ ഇപ്പോഴത്തെ മൂവ്മെന്റ് നോക്കിയേ, ആദ്യമേ ഒരു സ്വിംഗ് ലോ ഉണ്ടാക്കുന്നു, ലോ ആൻഡ് ഹൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, എഗെയിൻ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി, ഇന്റേണൽ ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി, ഇന്റേണൽ ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. ഇങ്ങനെ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എഗെയിൻ പ്രൈസിന് ഇനി ലിക്വിഡിറ്റി പോരാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ആണെന്ന് തോന്നിയിട്ട് എന്ത് സംഭവിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ നമ്മൾ ബൈ സൈഡിൽ നിന്ന് സെൽ സൈഡിലോട്ട് വരുന്ന പറഞ്ഞു, ഇനി നമുക്ക് സെൽ സൈഡിൽ നിന്ന് ബൈ സൈഡിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രീവിയസ് ആയിട്ട് തൊട്ടടുത്ത് ക്രിയേറ്റ് ചെയ്ത ഹൈ അല്ലെ, സ്ട്രോങ് ഹൈ ആയിട്ടുണ്ടായിരുന്ന ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്ത ഒരു സ്ട്രോങ് ഹൈ ആയിട്ടുണ്ടായിരുന്ന ഹൈനെ പ്രൈസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടും അല്ലെ? സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി കഴിയുമ്പോൾ സ്ട്രക്ചർ ഷിഫ്റ്റ് ആക്ച്വലി എന്താ കിട്ടുക? ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കുമ്പോഴാണ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണത് അല്ലെ? സോ വൺസ് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രൈസിന് എന്ത് വേണം? ഒരു ഇന്റേണൽ റേഞ്ചിലോട്ട് പോകണം അല്ലെ? എക്സ്റ്റേണൽ എടുത്തു, പ്രൈസ് എഗെയിൻ ഒരു ഇന്റേണലിലോട്ട് പോയി, എഗെയിൻ അപ്പൊ എന്ത് സംഭവിച്ചു? ആ ഇന്റേണലിലോട്ട് പോകാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു അല്ലെ? ഇവിടെ നിന്ന് സെൽ പ്രോഗ്രാം ഡെലിവറി ആയിരുന്നു അല്ലെ? അപ്പൊ അവിടെ എന്ത് കിട്ടി? ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഫോം ആയിട്ടുണ്ടായി, അഥവാ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഫോം ആയിട്ടുണ്ടായി. ഇന്റേണലിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് പിന്നെ എങ്ങോട്ട് പോകണം? എക്സ്റ്റേണലിലേക്ക് പോകണം. ഓക്കെ, സോ അങ്ങനെ ഈ ലിക്വിഡിറ്റീസ് ഫുള്ളും മാർക്കറ്റ് സ്വീപ്പ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ട്രെൻഡ് ആൻഡ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൻ്റെ അകത്ത് നടക്കുന്നത്. ഇനി അടുത്ത ഒരാൾക്കാരാണ് നമുക്ക് എന്ത് സൈഡ് വേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൈഡ് വേസ് നമുക്കറിയാം ഒരു റേഞ്ചിങ് മാർക്കറ്റ് ആയിരിക്കും അല്ലെ? എല്ലാ സിംഗ് ഹൈഡിന്റെ മേളിലും ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഉണ്ടാവും, എല്ലാ സിംഗ് ലോസിന്റെ അടുത്തും സൈഡ് സൈഡ് ലിക്വിഡിറ്റി ഉണ്ടാവും. ഇവിടെ എന്തായിരിക്കും നടക്കാൻ വേണ്ടി പോവാ? പ്രൈസ് വൺസ് എന്ത് ചെയ്യും? നേരെ ഏത് ലിക്വിഡിറ്റി ആണോ ആദ്യം സ്വീപ്പ് ചെയ്യുന്നത്? ബൈ സൈഡ് ആണെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ടാണ് പോകണ്ടെങ്കിൽ ആദ്യം മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്ത ഏരിയയിൽ നിന്ന് മേളിലേക്ക് പോയിട്ട് ഒരു മാനിപ്പുലേഷൻ തരും. ആ മാനിപ്പുലേഷൻ എന്തായിരിക്കും? ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കുന്നു, നേരെ താഴത്തോട്ട് പോകുന്നു. ഓക്കെ, എന്നിട്ട് ഈ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കുന്നു, എഗെയിൻ പ്രൈസ് എഗെയിൻ പുഷ് ചെയ്ത് ഉള്ളിലോട്ട് കയറുന്നു, താഴത്തോട്ട് പോകുന്നു. ഇങ്ങനെയായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടോ, ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തു, എന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യും? ഈ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കും, എഗെയിൻ പ്രൈസ് എന്ത്? അപ്പൊ എന്തായാലും ബൈ സൈഡ് എടുത്ത് സെൽ സൈഡ് എടുത്ത് ഇനി എന്ത് ചെയ്യണം? ഇന്റേണലോട്ട് പോകും. ഇന്റേണൽ എന്തെങ്കിലും ഒരു FEGs ക്രിയേറ്റ് ഉണ്ടാവില്ല, കാരണം ആദ്യം ഈ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോഴേക്കും എന്തായാലും ഇവിടെ ഒരു FEG ഓർഡർ ബ്ലോക്ക് വല്ലതും ക്രിയേറ്റ് ഉണ്ടാവും. പോവും, ടാപ്പ് ആവും, തിരിച്ച് പ്രൈസ് ഇറങ്ങിപ്പോരും. അതെന്താണ്? ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ ടാപ്പ് ആവുന്നു, തിരിച്ചിറങ്ങി പോകുന്നു. ഇവിടെ എന്തായിരുന്നു? ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ എടുക്കുന്നു, എഗെയിൻ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. കാരണം നമ്മൾ ഡൗൺ സൈഡിന്റെ കേസ് പറഞ്ഞുകൊണ്ട്. ഓക്കെ, സോ
ഇതാണ് 3 തരം മാർക്കറ്റ് സൈക്കിളിലുള്ള ലിക്വിഡിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഒരു ചെറിയൊരു എക്സാമ്പിൾ ചാർട്ടിൽ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം നമുക്ക്. ഓക്കെ, സോ ഇവിടെ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സ്വിംഗ് ഹൈ ഫോം ആയി അല്ലേ, അതിനൊരു സ്വിംഗ് ലോ ഫോം ആയിട്ടുണ്ട്. അതിന് പ്രൈസ് എന്ത് ചെയ്ത് നോക്കിയാൽ പ്രൈസ് ഇവിടെ ഉള്ള ഒരു FVGയിലോട്ട് പോയി. അതെന്താണ്, ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. അത് കഴിഞ്ഞ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി പ്രൈസ് എടുത്തു അല്ലെ, ERLലോട്ട് പ്രൈസ് വന്നു. അത് കഴിഞ്ഞ പ്രൈസ് എന്ത് ചെയ്തു നോക്കി, ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഒരു IRLലോട്ട് പ്രൈസ് പോയി. അത് കഴിഞ്ഞ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടുത്തെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നമുക്ക് എടുത്തു. ഇങ്ങനെയാണ് പ്രൈസിന്റെ ആ ഒരു അൽഗോരിതം മൂവ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ എക്സാമ്പിൾസും കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവ് ചാർട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോഴും നമ്മൾ ഡെയിലി മാർക്കറ്റിൽ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ലൈവിൽ ഇരുന്നിട്ടായിരിക്കും നമുക്ക് കൂടുതലും പഠിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒരു 2, 3, 4 തവണ ഈ വീഡിയോസ് കാണുക. ഡൗട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക, ഡൗട്ടുകൾ വരും, നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ലൈവിൽ ഇരുന്നിട്ടും നിങ്ങൾക്ക് പേഴ്സണലി ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവും. ഡിസ്കോഡിനകത്ത് ഞാൻ ഉണ്ടാവും, ഓൺലൈൻ ഉണ്ടാവും. ഇനി അഥവാ നമുക്ക് ലൈവിലിരിക്കുന്ന സമയങ്ങളുണ്ടാവും. ലൈവിലിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും. സോ ഡൗട്ടുകളൊക്കെ ചോദിക്കുക, മാക്സിമം നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ഈ വീഡിയോസ് 1-2 തവണ കാണുക. ഓക്കെ, സോ അപ്പോൾ ലിക്വിഡിറ്റി എന്നുള്ള ഒരു പോർഷൻ നമ്മൾ ഇവിടെ തീർക്കുവാണ്. ഇനി നമുക്ക് ലൈവിൽ മാർക്കറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടും ചാർട്ടിൽ കൂടുതൽ സമയം കൊടുത്തുകൊണ്ടും ഇതെല്ലാം വരച്ച് ശരിക്കും കണ്ണ് ഇതുമേലെ ട്രെയിൻ ചെയ്യുക. ഓക്കെ, കണ്ണ് ഇതുമേലെ എത്തി നിങ്ങൾക്ക് ആ ലിക്വിഡിറ്റീസ് എല്ലാം സ്പോട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാം. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറയാനായിട്ടുള്ളത്. സോ എല്ലാവരും ആ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. എല്ലാം ഒന്നും കൂടി നന്നായിട്ട് കാണുക. ഡൗട്ടുകളെല്ലാം എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ചോദിച്ച് മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ച് അടുത്തടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സോ അതുവരെ ബൈ.